ഇന്ത്യയിൽ ഏറ്റവും അടുത്ത കണക്കുകൾ പ്രകാരം 42 മില്യൺ ആളുകളെ അഫക്ട് ചെയ്ത ഒരു കണ്ടീഷനാണ് തൈറോയ്ഡ് ഡിസീസസ്. ഇവയിൽ തന്നെ ലോക ജനസംഖ്യയുടെ കണക്കുകൾ 3 മുതൽ 10% വരെ ആളുകളിലും തൈറോയ്ഡ് ഡിസീസ് കണ്ടുവരുന്നു. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസവും ധാരാളമായി കണ്ടുവരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഹൈപ്പോ തൈറോയിഡിസം, എന്താണ് ഹൈപ്പർ തൈറോയിഡിസം, ഇവയൊക്കെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെയുള്ളവരിൽ ഇത്തരത്തിൽ തൈറോയ്ഡ് രോഗം വരുന്നു എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാജൻ വി എഡിസൺ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏവർക്കും തൈറോയ്ഡ് എന്താണെന്ന് കൃത്യമായി അറിയാം. നമ്മുടെ കഴുത്തിന്റെ മുൻവശത്ത് ഒരു ബട്ടർഫ്ലൈയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു എൻഡോക്രൈൻ ഓർഗനാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. T3യും T4 ട്രൈഅയോഡോ തൈറോയിഡിനും തൈറോക്സിനും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ് തൈറോയ്ഡ് ഹോർമോൺസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസിന്റെ സന്തുലിതാവസ്ഥയുടെ വ്യതിയാനം കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ നേരിടാറുണ്ട്. പ്രത്യേകിച്ചും ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നത് കാരണം തൈറോയ്ഡ് ഇനാക്റ്റീവ് ആവുന്ന കാരണമാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ അമിതമായുള്ള ഉൽപാദനം കാരണം ഇത്തരത്തിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നു. ഇങ്ങനെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു, ഹൈപ്പോ തൈറോയിഡിസിന് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഹാഷിമോട്ടോസ് ഡിസീസ്. നമ്മുടെ ശരീരത്തിലെ ഓട്ടോഇമ്യൂണായിട്ട് നമ്മുടെ ശരീരത്തിലെ സെൽസ് തന്നെ സ്വയം നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിനെ ഇനാക്റ്റീവ് ആക്കുന്ന ഒരു കണ്ടീഷനാണ് ഹാഷിമോട്ടോസ് ഡിസീസ്. അത് കോമൺ ആയിട്ട് കാണുന്ന ഹൈപ്പോ തൈറോയിഡിസം കേസുകൾ ഉണ്ടാകാറുള്ളതാണ് ഹാഷിമോട്ടോസ് ഡിസീസ്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അയഡിൻ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ അയഡിൻ ആവശ്യമാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള അളവിൽ അയഡിൻ ലഭിക്കാത്തത് കാരണം ഇത്തരത്തിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളിലും അയഡനൈസ്ഡ് സാൾട്ട്, അയഡിൻ അടങ്ങിയ ഉപ്പ് നമ്മൾ തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം ഒഴിവാക്കാനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും അയഡിൻ ഡെഫിഷ്യൻസി ഹൈപ്പോ തൈറോയിഡിസവും അതുപോലെ തന്നെയാണ് കൺജനിറ്റൽ ആണെന്ന ഹൈപ്പോ തൈറോയിഡിസം. നമ്മളെ ജന്മനാ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവയിൽ തന്നെ കണക്കുകൾ പ്രകാരം ജനിക്കുന്ന ഓരോ 2000 കുട്ടികളിൽ ഒരാൾക്ക് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ജന്മനായുള്ള ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെ കണ്ടീഷൻ കാരണം ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അളവ് കൂടുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായി ഗ്രേവ്സ് ഡിസീസ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓട്ടോഇമ്യൂൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത്തരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസിനെ ഉത്പാദിപ്പിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉത്തേജിപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് ഗ്രേവ്സ് ഡിസീസ്. ഹൈപ്പർ തൈറോയിഡിസത്തിന് ഏറ്റവും അധികം കാരണമാവുന്നതും ഇത്തരത്തിൽ ഗ്രേവ്സ് ഡിസീസ് ആണ്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കുമിളകൾ പോലെ കാണപ്പെടുന്ന തൈറോയ്ഡ് ലംസ് കാണപ്പെടുന്നു. ഇത് തൈറോയ്ഡ് ഗ്രന്ഥികളെ സ്റ്റിമുലേറ്റ് ചെയ്യും, കൂടുതലായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് അയഡിന്റെ അളവ് അമിതമായി നമ്മുടെ ശരീരത്തിൽ വരുന്നത് കാരണവും ഇത്തരത്തിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഇത്തരത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഇൻഫ്ലമേഷൻ, തൈറോയ്ഡൈറ്റിസ് വരുന്നത് കാരണം ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാറുണ്ട്. പോസ്റ്റ് പാർട്ടം തൈറോയ്ഡൈറ്റിസ്. ഇത്തരത്തിൽ ജനന സമയത്ത് തന്നെ പ്രഗ്നൻസിയുടെ സമയത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തൈറോയ്ഡൈറ്റിസ് കാരണവും 5% ആളുകളിൽ ഇത്തരത്തിൽ തൈറോയ്ഡിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഏത് തരത്തിലുള്ള തൈറോയ്ഡ് അസുഖമാണ് നമുക്കുള്ളതെന്ന് പരിശോധിച്ച് കൃത്യമായ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാനാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് തൈറോയ്ഡ് ഡിസീസസ്. ഇനി ഇത്തരത്തിൽ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം വരുന്നതിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഫാസ്റ്റ് ആവുകയും സ്പീഡപ്പ് ആവുകയും, ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സ്ലോ ഡൗൺ ആവുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. രോഗലക്ഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ ഹൃദയമിടിപ്പ്, അവരുടെ ഹാർട്ട് ബീറ്റ് സാധാരണ നിന്നും സ്ലോ ആവുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൽ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ആവുന്നതായി കാണപ്പെടാറുണ്ട്. അത്തരത്തിൽ ഹാർട്ട് റേറ്റ് കുറയുന്നതും അതുപോലെ തന്നെ അവർക്ക് ക്ഷീണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്.
അവർക്ക് സാധാരണ നിന്ന് അധികമായി അവരുടെ ബോഡി വെയിറ്റ് കൂടുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ തണുപ്പുകളിലൊക്കെ വളരെ സെൻസിറ്റീവായി ഇത്തരത്തിലുള്ള പേഷ്യൻസ് കാണപ്പെടാറുണ്ട്. അവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിന്നും അതുപോലെ തന്നെ മുടികളിലൊക്കെ കട്ടി കുറയുന്നതായിട്ടൊക്കെ കാണപ്പെടാറുണ്ട്. പല പേഷ്യൻസിലും ഒരു ഡിപ്രഷനും ഹൈപ്പോതൈറോയിഡിസം കാരണം കാണപ്പെടാറുണ്ട്. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ ഉള്ളതിൽ നിന്ന് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വർദ്ധിക്കുന്നതായിട്ട് കാണപ്പെടും. ഉദാഹരണത്തിന് അവരുടെ ഹാർട്ട് റേറ്റ് സാധാരണ അളവിൽ നിന്ന് കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അവർക്ക് ഉറങ്ങുന്നതിൽ ബുദ്ധിമുട്ട് സംഭവിക്കാറുണ്ട്. സാധാരണ അവരുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസിൽ വെയിറ്റ് കൂടുകയും ഹൈപ്പർ തൈറോയിഡിസിൽ വെയിറ്റ് കുറയുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. അവർക്ക് ചൂട് ഭയങ്കര സെൻസിറ്റീവായിട്ട് തോന്നുകയും കൂടുതൽ ശരീരം വിയർക്കുകയും അത്തരത്തിലുള്ള സിംറ്റംസ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് കാണപ്പെടാറുണ്ട്. എല്ലാത്തിനും അവരൊരു ഇറിറ്റേഷൻ ആ പേഷ്യൻസ് കാണിക്കാറുണ്ട്. സ്ത്രീകളിൽ പീരീഡ്സ് കൃത്യസമയത്ത് നടക്കാത്ത ഒരു കണ്ടീഷനും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തൈറോയ്ഡ് ഡിസീസിൽ കാണപ്പെടാറുണ്ട്. ഇനി എങ്ങനെയുള്ളവരിൽ ഇത്തരത്തിലുള്ള തൈറോയ്ഡ് രോഗങ്ങൾ വരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി തൈറോയ്ഡിൽ കാണാറുണ്ട്. നമ്മുടെ പാരന്റ്സിനുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് തൈറോയ്ഡിന്റെ കംപ്ലൈന്റ്സ് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ടെർണസ് സിൻഡ്രം, അയഡിൻ കണ്ടന്റ് കൂടുതലായിട്ട് കണ്ടന്റുള്ള മെഡിസിൻസ് ധാരാളമായി ഉപയോഗിക്കുന്നത് കാരണം, അതുപോലെ തന്നെ അയഡിനൈസ്ഡ് ടാബ്ലറ്റിന്റെ അല്ലെങ്കിൽ അയഡിനൈസ്ഡ് സാൾട്ട് അധികം ഉപയോഗിക്കാത്ത അയഡിൻ ഡെഫിഷ്യൻസി കാരണം 60 വയസ്സിന് മുകളിലുള്ളവരിലും അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പി കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ളവരിലും ഇത്തരത്തിൽ തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. ഓട്ടോഇമ്യൂൺ ഡിസീസ്, നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ ഡിസീസ്. ഇത്തരത്തിലുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് കൂടുതലായിട്ടുള്ളവരിലും ഇത്തരത്തിൽ തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നു. ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആയ പെർനീഷ്യസ് അനീമിയ, ടൈപ്പ് 1 ഡയബറ്റീസ്, അഡിസൺസ് ഡിസീസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സ്റ്റോർജൻ സിൻഡ്രം തുടങ്ങിയ ഓട്ടോഇമ്യൂൺ ഡിസീസസ് കാരണവും ഇത്തരത്തിൽ തൈറോയിഡിന്റെ പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഇത്തരത്തിൽ സിംറ്റംസ് കാണിക്കുന്നവരിൽ നമുക്ക് എങ്ങനെ തൈറോയ്ഡ് ഡയഗ്നോസ് ചെയ്യാമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യും, നമ്മുടെ രോഗലക്ഷണങ്ങൾ ഡോക്ടറുമായി ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ കേസ് സ്റ്റഡിയിലൂടെയും ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയും നമുക്ക് ഈ കഴുത്തിന്റെ ഭാഗത്തുള്ള തൈറോയ്ഡ് ഹോർമോൺസിനെ പാൽപേറ്റ് ചെയ്ത് നോക്കും. എന്തെങ്കിലും തരത്തിലുള്ള നൊഡ്യൂൾസ് ഉണ്ടോ എന്നും സ്വെല്ലിംഗ് ഉണ്ടോ എന്നും ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതൊരു ഫിസിക്കൽ എക്സാമിനേഷൻ ടെക്നിക് ഉപയോഗിച്ചും നമുക്ക് കൃത്യമായി തൈറോയിഡിന്റെ ഡിസീസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫിസിക്കൽ എക്സാമിനേഷന് പുറമെ ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും പ്രത്യേകിച്ചും T3, T4 തൈറോയ്ഡ് ഹോർമോൺസ്, TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒക്കെ അസസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ആണോ ഹൈപ്പർ തൈറോയിഡിസം ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെഡിസിൻ ഇമാജിംഗ് വഴിയൊക്കെ ഇമാജിംഗ് ടെക്നിക്സ് വഴിയും നമുക്ക് തൈറോയ്ഡ് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂക്ലിയർ ഇമാജിംഗ് ടെക്നിക്ക് വഴിയും നമുക്ക് കൃത്യമായി തൈറോയ്ഡ് ഡിസീസ് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. രോഗലക്ഷണങ്ങളും ഇത്തരത്തിലുള്ള ഡയഗ്നോസിസും വഴി നമ്മൾ ഏത് തരത്തിലുള്ള തൈറോയ്ഡ് ഡിസീസ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഉടൻ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള രോഗപരിചരണം ആരംഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ട് തൈറോയ്ഡ് മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസ് ധാരാളം അവൈലബിൾ ആണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കാണുകയും ഏത് തരത്തിലുള്ള തൈറോയ്ഡ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് തൈറോയ്ഡ് പൂർണ്ണമായും മാറ്റാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ തൈറോയ്ഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും കൃത്യമായിട്ടുള്ള ഒരു ഹോമിയോപ്പതി ചികിത്സ നേടുവാനും സാധിക്കും. നമ്മുടെ മെഡിസിൻസ് അല്ലാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ തൈറോയ്ഡ് ഡിസീസിനെ മാനേജ് ചെയ്യാമെന്ന് പരിശോധിക്കുകയാണ്. പലപ്പോഴും ഈ തൈറോയ്ഡ് ഡിസീസുകളെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു മനോഭാവമാണ് കണ്ടുവരുന്നത്. തൈറോയ്ഡ് ഹോർമോൺസിനെ അനലൈസ് ചെയ്യും, അവയെ കൃത്യമായി ഡയഗ്നോസ് ചെയ്യും, അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാത്തതും വഴി വളരെയധികം കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മുടെ ബോഡി പോകും എന്നതിന് യാതൊരു സംശയമില്ല. ഏട്രിയൽ ഫിബ്രിലേഷൻ, സ്ട്രോക്ക്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഓസ്റ്റിയോപോറോസിസ്, പലതരത്തിലുള്ള മൂഡ് ഡിസോർഡേഴ്സ്, പെരിഫറൽ ന്യൂറോപ്പതി, ഹാർട്ട് ഫെയിലിയറിലേക്കും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കും തൈറോയ്ഡ് പ്രോബ്ലംസ് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തൈറോയ്ഡിന്റെ ബുദ്ധിമുട്ടുകളോ ഇത്തരത്തിലുള്ള സിംറ്റംസോ കാണുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അസുഖങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള
സംശയങ്ങൾക്കോ ട്രീറ്റ്മെന്റിനോ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ചികിത്സ നേടാവുന്നതാണ്. ഇത്തരത്തിലുള്ള തൈറോയ്ഡ് ഡിസീസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇതുവരെയുള്ള എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ താഴെ കാണുന്ന നമ്പറിലോ പേഴ്സണലായിട്ടോ നിങ്ങൾ അറിയിക്കുക. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.